വിസ്മയ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു ഭർതൃഗൃഹത്തിൽ. രാജൻ ബി ദേവിൻ്റെ മകനായിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായില്ലല്ലോ. മുൻകൂർ ജാമ്യം കൊടുത്തു, ഒരാളും ചർച്ച ചെയ്തിട്ടില്ലല്ലോ, ഒരാളും ആ വിഷയത്തിൽ വലിയ സംവാദം നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ വിസ്മയ മാത്രം എങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു? അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. വിസ്മയ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എനിക്കിപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വിസ്മയ മരണപ്പെട്ടതിന് ശേഷം ഇറങ്ങിയ കേരളത്തിലെ ഒരു സോക്കോൾഡ് ആഴ്ചപ്പതിപ്പിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സ്വർണം മുഴുവനിട്ട് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഉള്ള ഒരു പിക്ചറാണ് കവർ പേജായി കേരളത്തിലൊരു മുഖചിത്രം വന്നത്. അത് പേര് ഞാൻ പറയുന്നില്ല. കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ചൂടപ്പം പോലെ ആ സാധനം വിറ്റഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നുണക്കുഴി ചിരി മാഞ്ഞ മുഖം, നുണക്കുഴി മാഞ്ഞ മുഖം എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ. അപ്പം നുണക്കുഴി, സ്വർണ്ണാഭരണ ഭൂഷിതയായ പെൺകുട്ടി, കാണാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോക്കോൾഡ് സൗന്ദര്യത്തിൻ്റെ മുഖം, ഇതൊക്കെയായിരുന്നു ചർച്ച. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വൈകുന്നേരം ചർച്ച നടത്തി. ഒരു വീട്ടമ്മ പറഞ്ഞു, എന്തൊരു സൗന്ദര്യ കൊച്ചിനെ കാണാൻ. അപ്പോൾ സൗന്ദര്യമായിരുന്നോ സൗന്ദര്യം ഉണ്ടായതുകൊണ്ടാണോ ആ വിഷയം ചർച്ച ചെയ്തത്? പ്രിയങ്കയ്ക്ക് ആ സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്ക എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഇരുണ്ട നിറമുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ മുഖം കാണിച്ചാൽ പ്രൈം ടൈം ചാനൽ ചർച്ചയ്ക്ക് അത് വിറ്റുപോകുമായിരുന്നില്ല. നമുക്കാൾക്കും പ്രിയങ്കയുടെ മുഖം ഇപ്പം എനിക്കോ അങ്ങേക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കും പ്രിയങ്കയുടെ മുഖം പോലും ഓർമ്മയില്ല. എന്തുകൊണ്ടാണ്? ഇതാണ്. അപ്പോൾ വിസ്മയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സോക്കോൾഡ് സൗന്ദര്യത്തിൽ പെട്ടതുകൊണ്ടായിരുന്നു വിസ്മയ്ക്ക് മാത്രം നീതി വേണമെന്ന് ആവശ്യപ്പെട്ട്. വിസ്മയ്ക്ക് മാത്രം മതിയായിരുന്നു നീതി. കേരളത്തിൽ ഈ സ്ത്രീധന സംബന്ധമായി വിസ്മയയ്ക്ക് തൊട്ട് മുമ്പും വിസ്മയയ്ക്ക് തൊട്ട് ശേഷവും സ്ത്രീധന സംബന്ധമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടുണ്ടോ? വിസ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതി വരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നു, സ്പെഷ്യൽ അന്വേഷണം നടക്കുന്നു. വളരെ വേഗത്തിൽ കോടതി പ്രതിക്ക് ജാമ്യം പോലും കൊടുക്കാതെ വിചാരണ കാലയളവിൽ അല്ലെങ്കിൽ റിമാൻഡ് കാലയളവിൽ തന്നെ വിചാരണ നടത്തി ശിക്ഷിപ്പിച്ചകത്ത് വിടുന്നു. ഈ കേസ് മാത്രമേ കേരളത്തിൽ സ്ത്രീധന സംബന്ധമായിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല. സോ നിങ്ങൾക്കൊരു താല്പര്യം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് നീതി, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മാത്രം നീതി.